കോൺഗ്രസിലൊരു പേരെടുത്ത അഭിഭാഷകനാണ് ഈ ഹർജിയുമായി പോയി തിരിച്ചടി നേരിട്ടത്. താങ്കളും ഒരു അഭിഭാഷകനാണ്. അപ്പോൾ എവിടെയാണ് കുഴൽനാടൻ പിഴച്ചത്? രണ്ട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് പിഴച്ചെന്ന് ഞാൻ അങ്ങനെ പറയില്ല. കാരണം സ്വാഭാവികമായും പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം കേരളത്തിൽ ഒരു അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അഴിമതി അന്വേഷിക്കേണ്ട ഏജൻസി എന്ന് പറയുന്നത് വിജിലൻസ് ആണ്. വിജിലൻസിനപ്പുറം നമുക്കുള്ളത് CBI ആണ്. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു കാര്യം നടന്നാൽ വിജിലൻസ് അത് അന്വേഷിക്കണം, ശരിയാണ്. പക്ഷേ ഓൾറെഡി SFIO പോലെ ഒരു അന്വേഷണ ഏജൻസി SFIO രൂപീകൃതമായത് കമ്പനീസ് ആക്ട് സെക്ഷൻ 212 അനുസരിച്ചാണ്. ആ 212 അനുസരിച്ച് സെക്ഷൻ 212 സബ്സെക്ഷൻ 2 അനുസരിച്ച് SFIO അന്വേഷിക്കുന്ന ഒരു കേസ് ഇന്ത്യയിലെ മറ്റൊരു ഏജൻസികളും മറ്റേതെങ്കിലും അന്വേഷണം SFI അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസികൾ ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അതിന്റെ മുഴുവൻ ഫയലുകളും രേഖകളും ഉൾപ്പെടെ SFIക്ക് ഹാൻഡ് ഓവർ ചെയ്യണമെന്നാണ് കമ്പനീസ് ആക്ട് പ്രകാരം വ്യവസ്ഥാപിതമായ നിയമം. അപ്പൊ അങ്ങനെ ഒരു നിയമം ഇരിക്കുകയും SFI എൻക്വയറി ഓൾറെഡി ഓൺഗോയിങ് ആയി നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ഹർജി കൊണ്ട് എന്ത് ഗുണമുണ്ടായി എന്നുള്ള ചോദ്യം അവിടെ പ്രസക്തമാണ്. വിജിലൻസ് എൻക്വയറി ഓർഡർ ചെയ്തിരുന്നെങ്കിൽ ആരാണ് അന്വേഷിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ കീഴെ മുഖ്യമന്ത്രിയെ സല്യൂട്ട് അടിക്കുന്ന വിജിലൻസ് ഉദ്യോഗസ്ഥനാണ് ഈ കേസ് അന്വേഷിക്കേണ്ടത്. അപ്പൊ അത് കഴിഞ്ഞ് ഇദ്ദേഹം പെറ്റീഷൻ ഒന്ന് ഓൾട്ടർ ചെയ്ത് കോടതി അന്വേഷിക്കണമെന്നാക്കി. എന്തു തന്നെയാണെങ്കിലും ഈ SFI അന്വേഷിക്കുന്ന ഒരു കേസിൽ അതിന്മേൽ കൂടുതൽ ഒരു അന്വേഷണത്തിന്റെ ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം, ഇവിടെ നടന്നിട്ടുള്ളത് ഒരു അഴിമതി എന്നതിനപ്പുറത്തേക്ക് ഒരു കോർപ്പറേറ്റ് ഫ്രോഡാണ്. ആ കോർപ്പറേറ്റ് ഫ്രോഡ് അന്വേഷിക്കാൻ ഇവിടെ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് SFIക്ക് മാത്രമാണ്. ആ കോർപ്പറേറ്റ് ഫ്രോഡിനപ്പുറത്ത് രണ്ടാമത് ഇവിടെ വരേണ്ടത്, ഇവിടെ മണി ലോണ്ടറിങ് ഉൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള ക്യാഷ് ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട്. 135 കോടി രൂപ. അത് പിണറായി വിജയനും മകളും മാത്രമല്ല, നിരവധി ആളുകൾ, അത് രാഷ്ട്രീയ പ്രവർത്തകരാകട്ടെ, പത്രപ്രവർത്തകരാകട്ടെ, മതസ്ഥാപനങ്ങളാകട്ടെ, അങ്ങനെ നൂറുകണക്കിന് ആളുകൾ ഇതിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ട്. ആ പണം കൈപ്പറ്റിയ കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ED അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ വ്യക്തമായതിനു ശേഷം മാത്രമേ CBIയുടെ എൻക്വയറി. ഇത് കൂടാതെ കഴിഞ്ഞ മാസം 18-ാം തീയതി ഞാനൊരു പെറ്റീഷനും കൂടെ ഫയൽ ചെയ്തിട്ടുണ്ട്. ആ പെറ്റീഷനും കൂടെ അന്വേഷിച്ച് വരുമ്പോൾ കൃത്യമായി, ഇപ്പോ ന്യായീകരിക്കാൻ പറ്റുന്നവരൊക്കെ ന്യായീകരിച്ചോട്ടെ, ന്യായീകരിക്കാൻ കഴിയാത്ത വിധം മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മകളും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളും ഈ വിഷയത്തിൽ കുറ്റക്കാരാണെന്ന് ഞാൻ തികഞ്ഞു വിശ്വസിക്കുന്നു. ഈ അന്വേഷണം കൃത്യമായി മുമ്പോട്ട് പോകുമ്പോൾ ഇതെല്ലാം പുറത്തു വരും. ഇന്നലെ ഉണ്ടായ ഈ വിധിയും ഈ കേസും അല്ലെങ്കിൽ ഇതിന്റെ കുറ്റക്കാർക്കെതിരെ ഉള്ള നടപടികളിലുമൊന്നും ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. പറഞ്ഞത്, എനിക്ക് ശേഷം സംസാരിക്കാൻ പോകുന്ന CPM പ്രതിനിധിക്ക് കുറച്ചു ദിവസത്തേന്, അല്ലെങ്കിൽ CPM പ്രതിനിധികൾക്ക് കുറച്ചു ദിവസത്തേന് ഒന്ന് മുഖം രക്ഷിക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്നതിനപ്പുറത്തേക്ക് ഞാൻ ഇതിനെ കരുതുന്നില്ല.